ശശി തരൂരിന്റെ ഒരു ലേഖനം സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ ഒരു 3 ദിവസമാണെങ്കിൽ ഇന്ത്യയിൽ അത് 24 ദിവസം, കേരളത്തിൽ 36 ദിവസം. ഇന്നത്തെ സാഹചര്യങ്ങൾ 2 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റിയ ഒരു സാഹചര്യമാണെന്നാണ് ശശി തരൂർ പറഞ്ഞത്. അത്രയേറെ മുന്നേറ്റം ഈ നിക്ഷേപത്തിലും ബിസിനസ്സിലും മേഖലയിലും അതിനെല്ലാം കൂടിയുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് പിന്നെ എന്ത് മാറ്റം ഉണ്ടെങ്കിലും ആ മാറ്റത്തിൻ്റെ അടിസ്ഥാന കാരണം UDF ഗവൺമെൻറ്റുകളാണ്. ആ മാറ്റങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷ നയമാണ്. തിരുത്തൽ വേണ്ടിയിരുന്നത് അവിടെയാണ്, ആ ഇടതുപക്ഷ നയത്തിനാണ്. അതിന് തിരുത്തൽ വരുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ്മോസ്ഫിയർ വരിക എന്നുള്ള മറുപടി അതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പം ഇങ്ങോട്ട് വന്ന് ചാടിയതോ അല്ലെങ്കിൽ അപ്പം വെട്ടിയ ഇടിക്ക് മുളച്ചു പൊന്തിയ ഒരു കൂണല്ല കേരളത്തിലൊന്നും. കോൺസിക്യൂട്ടീവായിട്ടുള്ള വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDF ഗവൺമെൻറ്റുകളുടെ ശ്രമഫലമായിട്ട് വന്നതാണ്. അതിനുണ്ടായിരുന്ന തടസ്സം എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ പറഞ്ഞത് ഒറ്റ സ്റ്റാർട്ടപ്പ് വരുമായിരുന്നു. എൻജിനീയേഴ്സ് ഇല്ലെങ്കിൽ ഒറ്റ സ്റ്റാർട്ടപ്പ് കേരളത്തിലുണ്ടാവുമായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് വലിയ നേട്ടമാണെന്ന് പറയുന്നു. പക്ഷേ എവിടുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ടാകുക? എൻജിനീയേഴ്സും ഇല്ല, ടെക്നോളജി വിദ്യാഭ്യാസം തന്നെ ഇല്ലെങ്കിൽ ഇവിടെ വല്ലതും ഉണ്ടാവുമോ? അത് തുറന്നു കൊടുത്തത് ആരാ? ഞങ്ങളാണ്. ആകെ 1-2 എഞ്ചിനീയറിംഗ് കോളേജും 1-2 മെഡിക്കൽ കോളേജും വെച്ച് കളിക്കുകയായിരുന്നു കേരളത്തിൽ. അതിനുവേണ്ടിയായിരുന്നു വമ്പിച്ച രക്തരൂക്ഷിതമായ സമരങ്ങളൊക്കെ.